കൊണ്ടുപോകുന്ന പണിയാണ്ടോ രണ്ട് ഇതിപ്പോ തല എങ്ങനെ കൊണ്ടുപോകും തല സെപ്പറേറ്റ് വണ്ടിയിൽ കൊണ്ടുപോകാൻ പരിപാടി എന്ന് അറിയില്ല. രണ്ട് തലയും കയറ്റി വണ്ടര ഗ്യാപ്പിൽ കാളിലെ ഗ്യാപ്പിൽ പാക്ക് ചെയ്ത് വെച്ചു. നല്ല പണിയാണ് മുതലാളി ഹരിയാണ നല്ല പണിയാണ്. ഹരിയേട്ടനെ ഫോൺ ചെയ്യുന്ന അടുത്ത ബുക്കിംഗ് എന്താ കിട്ടിയെന്ന് തോന്നും. നേരെ അടുത്ത പരിപാടിക്ക് പോകാതെ വേങ്ങരയ്ക്ക് പോകണമെന്ന്. എന്തായാലും നമ്മുടെ ഈ കാളിലെ ആദ്യ പ്രദർശനം ചെറുപ്പശ്ശേരി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രദർശനം വേങ്ങരയിലാണ്. ഇത് മലപ്പുറം ജില്ല വേങ്ങര. വേങ്ങര ഏത് ക്ഷേത്രത്തിലാണ്? വേങ്ങര അമ്മാഞ്ചേരി കാവിലാണ് നാളെ പൂരം. അപ്പൊ ഈ കാളെ കാണാൻ എല്ലാവരും അങ്ങോട്ട് വിട്ടോട്ടോ. ഇവിടെ ഒന്ന് മിസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. അതുണ്ടോ 4 മാസം അത്ര ഇയാളതിന്റെ വെൽഡിങ്ങും പരിപാടിയൊക്കെ ചെയ്തോ. അല്ല മൊത്തം എത്ര ആശാന്മാരാണ്? എത്ര കൊല്ലം ഇപ്പൊ? അങ്ങനെ പേരെന്താ? ചന്ദ്രൻ. വീട് എവിടെ? പുൽക്കലൂരിന്റെ വീട്. അപ്പൊ നിങ്ങൾ ഈ കാളസെറ്റിന്റെ കൂടെ എത്ര കൊല്ലായി? 5 കൊല്ലായി. അപ്പൊ ഇതിന്റെ ആശാപ്പ് നിങ്ങളാണ്. 5 കൊല്ലോ 9 കൊല്ലം മൂപ്പർക്ക്. അല്ല പണിത്തിരക്കിൽ മൂപ്പർക്ക് ഓർമ്മല്ല. 9-10 കൊല്ലായിരുന്നു. അപ്പൊ ആശ ശരിക്കും നിങ്ങളാണ്. നിങ്ങളെ ഗുരുനാടാണല്ലേ? ഈ കൊത്തുപണിയൊക്കെ നിങ്ങളെ കൂടുവോ? വൈക്കോല് ചെറിയാനും ഷേപ്പ് ഉണ്ടാക്കാനും. മൂത്ത കാരണവരാണ്. അപ്പൊ എന്തായാലും കാണാം. ഒരു കാളനെ, ഇത്രയും വലിയൊരു കാളനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ പുത്രയാൾക്ക് നമ്മളെ നടത്തുന്ന കാഴ്ച വെച്ചില്ലേ, ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. കാളവേല കഴിഞ്ഞിട്ട് അവരെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കൊമ്പാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ഈ കാളസെറ്റിന് ഓണർ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞിട്ടോ. അപ്പൊ ഓണറോട് സംസാരിക്കാം. ഓണർ നല്ല പണിയിലാണ്. ഓണർ പേരുന്ന അല്ല നല്ലേ കട്ടിയ കേട്ടോ. അതാണ് നമ്മുടെ ഓണർ. ഹരിയേട്ടനാണ് പേര്. ഹരിയേട്ടാ, ഇന്നലെ ഞങ്ങളെ കാളവരയ്ക്ക് വന്നപ്പോഴേ ഈ കാളേനെ ഫോട്ടോ എടുക്കാത്തൊരു വീഡിയോ എടുത്തൊരു ആരും ഉണ്ടാവില്ല. സെൽഫി എടുക്കാൻ കാണ്ടന്മാരെടുത്തണം. എന്താണ് പേര്? കാളത്തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയ കാണും കേട്ടോ. ഹരിയേട്ട, നിങ്ങളിതിന്റെ ഓണറല്ലേ? നിങ്ങൾക്കൊരു ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ, ഇത് എത്ര വലുപ്പമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിന്റെ വലുപ്പം ഒന്ന് പറഞ്ഞു കൊടുത്ത നിങ്ങളുടെ നമ്പർ തന്ന വലിയ ഉപകാരമായിരുന്നു. അതിനെന്താ കുഴപ്പമില്ലല്ലോ. ഒന്ന് പറയും. അത് വലുപ്പം ഒരു 40 അടി. മൊത്തത്തിൽ 40 അടി ഉണ്ട്. എത്ര അടി? മൊത്തത്തിൽ 40 അടി. മൊത്തത്തിൽ 40 അടി. കൊമ്പൻ തലയൊക്കെ പാടെ കൂട്ടിയിട്ട് മൊത്തം ഹൈറ്റ്. വെറുതെ ആൾക്കാർ സെൽഫി എടുക്കണ്ടോ? കാളേ, നമ്മുടെ ഈ പുത്രാകാട് കാളവേലിക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഈ കാള തന്നെയായിരുന്നു. ഇത് എവിടെ? നിങ്ങളുടെ സ്ഥലം എവിടെ? പുൽക്കല്ലൂര്. പുൽക്കല്ലൂര് എവിടെ പോയി കാണാം? പുൽക്കല്ലൂര് എന്താ? പുൽക്കല്ലൂരിന് റെയിൽവേ സ്റ്റേഷൻ. അതിന് വേണ്ടി പ്രത്യേക ഷെഡോ അങ്ങനെ വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? വലിയ ഷെഡ് അല്ലേ? എത്ര കാളസെറ്റ് മൊത്തം ഉണ്ട്? നിലവിലൊരു 3 എണ്ണം. ഇതിപ്പോ എത്ര പൂരത്തിന് പോയിരുന്നു? ഇതിപ്പോ ഇന്നലെ ഫസ്റ്റ് ഇറങ്ങാണ്. ഇന്നലെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ എങ്ങനെ സെൽഫി എടുക്കാണ്ടിരിക്കുക? കണ്ടില്ലേ, ആദ്യമായിട്ട് പുത്രാകാട് കവിലാണ് ഇത് കാളെ കൊടുത്തിരിക്കുന്നത്. അതന്നെ വലിയ അത്ഭുതം. ഇതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ എത്ര വരും? വാടക പറഞ്ഞാൽ ഇപ്പൊ ചെലവ് കൂടുതൽ. അടുത്ത പ്രദേശത്തൊക്കെ ഇന്നലെ 1 ലക്ഷം രൂപ വാടക കിട്ടണം. 1 ലക്ഷം രൂപ വാടക കിട്ടണം മൊത്തത്തിൽ അല്ലേ? ഇത്രയും പണിക്കാരുള്ളതല്ല, അവരെ കൂലിന്റെ സംഖ്യ വരും. അല്ല, എത്ര പണിക്കാരുടെ മൊത്തം പൈസ ആകെ പോകും? 16 പണിക്കാർ. 16 പണിക്കാരാണ്. പണിക്കാരതാ ഇവരൊക്കെ ഇതിന്റെ അമരക്കാരാണ്. കണ്ടല്ലേ? അതാ കണ്ടിട്ടില്ല അല്ലേ? ഇതിനിപ്പോ നിങ്ങളുടെ പേരെന്താ? ഞാന് ദേവപ്രസാദ് പേരല്ലേ? ജയപ്രസാദ്. അപ്പൊ നമ്മുടെ ഈ പുത്രയായ കാളവേലയ്ക്ക് ആദ്യമായിട്ടാണ് ഈ കാള വരുന്നത് ഇവിടെ. ആദ്യത്തെ പ്രദർശനമാണ്. നമ്മുടെ ഈ കാളസെറ്റിന്റെ ഒരു പ്രധാന അമരക്കാരനാണ് തോന്നുകയാണ് അല്ലേ? എന്റെ പേരെന്താ? എന്റെ പേര് രാകേഷ്. രാകേഷിന്റെ വീട് എവിടെ? പുൽക്കലൂരിനാണ്.
അപ്പൊ ഈ നമ്മുടെ ഈ അരിയട്ടിന്റെ കാലസെറ്റിന്റെ കൂടെ കൂടിയിട്ട് എത്ര വർഷമായി? ഞാൻ 2 കൊല്ലം. 2 കൊല്ലമായി. 2 കൊല്ലമായിട്ട് ആദ്യം ഇറക്കിയ കാലന്നെ ഫേമസ് ആയി അല്ലേ? അപ്പൊ രാശിയുള്ളൊരു കാളയായിട്ട് മാറട്ടെ. നമ്മൾ അടുത്ത പ്രദേശത്തായി പൂരത്തിൽ കാണുമ്പോൾ ഇങ്ങനത്തെ വലിയ കാളകൾ കണ്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ഞങ്ങൾക്ക് കാളപ്രേമികളാണ്, ഈ കാളയുടെ കൂടെ നിൽക്കാൻ എന്താ അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം? ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതിന്റെ പിന്നാലെ വരുന്നു. എല്ലാം പൂരം കാണും ചെയ്യാലോ അല്ലേ? അതന്നെ ഐഡിയ. ഫ്രീ ആയിട്ട് പൂരം കാണാൻ, പൂരം കാളകളൊക്കെ കാണാൻ പൈസയും കിട്ടും, ചെണ്ടക്കാരെ പോലെ. അതന്നെ പണി. ഇനിയിപ്പോ അടുത്ത പൂരം എവിടെ? അടുത്തത് വേങ്ങര. വേങ്ങര എന്ന് പറയുന്നത് ഇവിടെ നമ്മള് കോട്ടക്കൽ ഭാഗത്ത്. അതെന്നാണ്? അത് നാളെ. അപ്പൊ നാളെ ഇതേപോലെ വീഡിയോയിൽ ആൾക്കാർ വരും. അതെ. അപ്പൊ ഓക്കെ, താങ്ക്സ്. ഓക്കെ. മൊത്തം എത്ര പണിക്കാരെന്ന് പറഞ്ഞു? മൊത്തം 10-11 പേരുണ്ടാവും. നീയാണ് ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ ഞാനൊന്നല്ല, ഇതാരാ? മുതലാളി തന്നെ. അല്ല, മുതലാളിയല്ല, ഇതിനെ കൊണ്ടുപോകാനും നിയന്ത്രിക്കാനും വേണ്ടേ? ഇതാണ് ഞങ്ങളുടെ ആശാനോ? ആശാന്റെ പേരെന്താ? കൃഷ്ണൻ പേര്. ആ, മുന്നോട്ട് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഇതിന്റെ ലേറ്റൽ സൗണ്ട് ഒക്കെ ഭയങ്കര സെറ്റപ്പാണ്. വെള്ളിക്കേരുണ്ട് അവിടെ. നിങ്ങളുടെ വീട് എവിടെ? അത്ര വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മളുള്ള സെറ്റപ്പ് നമ്മൾ ഒരുക്കി കൊണ്ടുപോയിട്ട് ഉള്ള സെറ്റപ്പ് ഒന്നല്ല, ഒരു ഭയങ്കരമായിട്ട് പരിപാടി കൊണ്ടുവരുത്തുക. അല്ല, നമ്മുടെ പുത്രേക്കാട് ഭഗവതി ക്ഷേത്രത്തിന് ഒരു സമർപ്പണം. അതെ, അതൊക്കെ അടിപൊളി കാളെന്ന് പറഞ്ഞാൽ 1.5 കാള തന്നെയാണ്. പിന്നെ വെൽഡിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റിനെ സമ്മതിക്കണം. ഈ തലയൊക്കെ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ? അവിടെ തന്നെ വീട്ടിൽ അവര് ഈ ഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ മുതലാളിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ മുലയുടെ വേണ്ടി സംസാരിച്ചു. അവിടെ എല്ലാ പണികളും പുറത്തുനിന്നല്ല, അയാളാണ് ചെയ്യണത്. സ്വന്തമായിട്ട് ആശാരിപ്പണി കൊത്തുന്ന എല്ലാ പണിയും അയാളാണ് ചെയ്യണത്. അതെ, അത് പുറത്തുനിന്ന് ഒരാളെ കൂടിക്കില്ല. വെച്ചാല് സ്വന്തമായിട്ടൊരു പരിപാടിയാണ്. ഒരാളെ പുറത്തുനിന്ന് കൂലിക്കൂട്ടിയിടോ അല്ലെങ്കിൽ അങ്ങനെ പരിപാടി ഒന്നുമില്ല. മൂപ്പര ഒഴിവുള്ള സമയത്ത് മൂപ്പരെന്ന എല്ലാ കാര്യങ്ങളും മൂപ്പര ഭാവനയില് കൊത്തുപണിയായാലും അതെന്ത് പണിയാലും മൂപ്പരന്നെ ചെയ്യാൻ. ചിത്രം കളിക്കും. ചിത്രം കളിക്കും. അതെ, നല്ല അടിപൊളി കാർപ്പൻ്ററാണ്. കിടന്ന ഒരു വിദ്വാനാണ്. ഒരു കലാകാരൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഒരു കാളത്തലയാണ് ഈ കാണുന്നത്. ഇതിന്റെ വലുപ്പമോ കാര്യങ്ങളോ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിന്റെ ഓണർമാരോ പണിക്കാരോ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. ഏകദേശം എത്ര അടി ഉയരണമെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇതതിൻ്റെ ഒരു തലയാണ്. ഫൈബറിലാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വേറൊരു തരം. അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലേ? കണ്ണൊക്കെ കണ്ണൊക്കെ ക്ലിയറായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. ഒക്കെ വരച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ കാള സെറ്റിൻ്റെ അരി കുലുക്കല്ലൂര് ആരെങ്കിലും ഈ കാള ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി. വിളിക്കുമ്പോൾ നേരിട്ട് വിളിക്കുക. പിന്നെ അവർ ബുക്കിംഗ് ഉണ്ടോയെന്നൊക്കെ പെട്ടെന്ന് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ തലേദിവസം വിളിച്ച് പറഞ്ഞാൽ കിട്ടുന്നില്ല കേട്ടോ. അത്ര തിരക്കുള്ള കാളയാവും മാറാവും പോലെ. ഇപ്പം അവർ പറയുന്നത് 1 ലക്ഷം റുപ്യക്കാണ്. അത് ഈ തൊട്ടടുത്ത ഈ പ്രദേശത്തിൽ പാലക്കാട് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങൾ കുലുക്കല്ലൂർ പറഞ്ഞാൽ ചെറുപ്പശ്ശേരിന് 8 കിലോമീറ്ററോളം. അപ്പോൾ അവിടെ നിന്നുള്ള ഇത്രയും ദൂരത്തേക്ക് വരേണ്ടാണ് അവർ 1 ലക്ഷമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക. ഓക്കെ.